സർക്കാരിന്റെ ശമ്പളവും വാങ്ങി തിന്നോണ്ട് കള്ളു മുതലാളിമാർക്ക് കുനിഞ്ഞു നിന്ന് കൊടുക്കുന്ന ഏതെങ്കിലും മൈത്താണ്ടിമാർ ഈ സ്റ്റേഷനിലുണ്ടെങ്കിൽ അവനെയൊക്കെ തേടി കണ്ടുപിടിച്ച് അവന്റെ നട്ടല് ഞാൻ ഒടിച്ചു കളയും. ഐ ആം സത്യജിത്ത്, വെരി സ്ട്രിക്റ്റ് ഓഫീസർ. അവശ്യ സേവനങ്ങൾക്കും ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തും എന്ന് മുഖ്യമന്ത്രി അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെ വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലും എത്തി. എന്ത് കൊറോണ? വേട്ടാവളി വിളിക്കുന്നുണ്ട്. എന്ത് കോപ്പിനാണോ? പിന്നെ കൊറോണ മൊത്തത്തിൽ വ്യാപിച്ചു തുടങ്ങി. ഇനി നമ്മൾ വളരെ അലർട്ടായിരിക്കണം. ഉണ്ട് സാർ, മാസ്ക് സാനിറ്റൈസറൊക്കെ ഓഫീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതല്ലടോ, ഈ ലോക്ക്ഡൌൺ കാലത്ത് മദ്യം കിട്ടാതാകുമ്പോൾ മനുഷ്യന് വാറ്റാനുള്ള പ്രവണത കൂടും. അളവിൽ കൂടുതൽ പഴവർഗ്ഗങ്ങൾ, ശർക്കര എന്നിവ വാങ്ങുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം. 5 ലിറ്ററോ അതിൽ കൂടുതലോ കുക്കറുള്ള വീടുകൾ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം. പിന്നെ AC മെക്കാനിക്കുകളുടെ മേൽ നമ്മുടെ ഒരു കണ്ണ് പ്രത്യേകം ഉണ്ടാവണം. എടോ, കോപ്പർ പൈപ്പ് അവന്മാരുടെ അല്ലേ ഉള്ളത്. ആ കോപ്പർ പൈപ്പ് ഇട്ടില്ല അതിനകത്ത് വാറ്റിങ്ങോട്ട് വലിച്ചെടുക്കുന്നത്. ഒന്നും അറിയാത്ത പോലെ സാബു. പിന്നെ സതീശ, നമ്മുടെ സ്റ്റേഷൻ രജിസ്റ്ററിൽ എൻ്റർ ചെയ്തിട്ടുള്ള മദ്യം, കഞ്ചാവ്, ഡ്രഗ്സ് ഇതിന്റെ കൃത്യമായ അളവും തൂക്കവും കണക്കും എത്രയും പെട്ടെന്ന് എന്റെ ടേബിളിൽ എത്തണം. യു ഗോട്ട് ഇറ്റ്? ഓക്കേ സർ. ഓക്കേ സർ. ഐ ആം വെരി ഫാസ്റ്റ്. യു മേ ഗോ. ഓക്കേ സർ. ഈ ചേനക്കാർ എന്തുണ്ടാക്കാൻ ഡ്യൂപ്ലിക്കേറ്റാ? ഇത് മാത്രം ഒട്ടില്ലായി പോയില്ല ദൈവമേ. ദവാല്ലേ? ദവാലില്ല. പിന്നെ എന്നിട്ടുള്ളേ ഇവിടെ ഉള്ളതേ ഉള്ളൂ. എന്നുള്ളതുണ്ടോ? വേഗം കേട്ടോ, വെറുതെ. പോലീസ് അല്ല, എക്സസൈസ്. ഗുഡ് മോർണിംഗ് സാർ. കണക്കെടുക്കാൻ വന്നില്ല. ഇത് കണക്കി വെച്ചോ. വരികയാണോ സാറേ? പിടിച്ചോ, ഇങ്ങോട്ടോ സാർ. ഞാൻ എക്സ്-ആർമിമാനാണ് സാർ. എന്നിട്ടാണോ നായിന്റെ മോനെ ബ്ലാക്കി മദ്യം വെക്കുന്നത്? എനിക്ക് വേണ്ടത് നിന്റെയൊക്കെ തലയാ. എവിടെടാ നിന്റെ മുതലാളി? അറിയില്ല സാർ. അവൻ എവിടെ പോയാലും അവന്റെ മൂക്കേനടിച്ച് പൊളിച്ചിരിക്കും. സതീശ, കൂട്ടിത്തിരി. ഐ ആം വെരി അഗ്രസീവ് ഓഫീസർ. അറിയാം സാർ. ചേട്ടാ, കൈ വിറച്ചിട്ട് കടയിൽ സാധനം ഒന്നും എടുത്തു കൊടുക്കാൻ പറ്റില്ലടാ. നീ ഒരു കുപ്പി ഉണ്ടെങ്കിൽ എടുത്തേ. ഇവിടെ കുപ്പിയൊന്നുമില്ല. നിന്റെ അപ്പനാന്ന് വിചാരിച്ചെങ്കിലും ഒരു കുപ്പി കൊണ്ടടാ. പാപ്പൊന്ന് പോയാപ്പറന്ന് എന്താ ബീവറേജാ? കൊണ്ടടാ, ഒരു കുപ്പി കൊണ്ടടാ. പാപ്പ ഇവിടെ കുപ്പിയും കോപ്പൊന്നും ഇല്ലാന്ന്. ആഹാ, നീയൊക്കെ നശിച്ചു പോവുള്ളടാ. തമ്പുരാനാണ്, നീയൊക്കെ നശിച്ചു പോവും. വെള്ളം കിട്ടാതെ ചത്തു പോടാ. ഇറങ്ങി പോവാപ്പറന്ന്. നീയൊക്കെ ഗേറ്റി കിട്ടാതെ നാട്ടുകാരുടെ പ്രാക്കം മേടിച്ചു പിടിച്ച് എല്ലാം തല്ലി പൊളിക്കടാ. നീ നിന്റെ ഒരു ഒടുക്കത്തെ ഒരു കുപ്പി. താടി മുടി വെച്ച മൈത്താണ്ടി വരെ പിടിക്കാം. മദ്യം കൊണ്ട് പറ്റാ. 10 കുപ്പി മദ്യാണ് മറ്റേ എറണാകുളത്ത് ഇവിടെ എത്തിക്കണേ. നമ്മുടെ ദുർബലൻ എടുക്കാൻ പോയണേ. ചേട്ടായിടെ പൊന്നു മോണില്ലേ, ഒരു 1.5 മണിക്കൂർ സമയം ചേട്ടായിക്കാടാ. 1/2 മണിക്കൂർ മാക്സിമം. അത് കഴിഞ്ഞാൽ പറ്റൂല. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഒട്ടും പറ്റൂല. മതി, അത് മതി. എന്തായി? അവര് വിളിച്ചിരുന്നു. അവർ 10 മിനിറ്റുള്ളിൽ റീച്ച് ആവും. അവരിന്ന് സാധനം കളക്ട് ചെയ്താ ഞാൻ അപ്പൊ തന്നെ സ്കൂട്ടാവൂട്ടോ. ഇവിടെ ആകെ സീന. അമിട്ട് പൊട്ടിമാരിയ ഗ്ലാഡുവിന്റെ അവസ്ഥ. ടെൻഷനായിട്ട് വയ്യ. നീ പെട്ടെന്ന് ആ കുപ്പിയും കൊണ്ട് ഇങ്ങോട്ട് വന്നിടവനെ. ഗോഡ്സം ഭായി, നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഒന്ന് പേടിക്കാണ്ടിരുന്നേ. ഹാപ്പി ആയിട്ടിരുന്നേ. ഹാപ്പി ഹാപ്പി കൊറോണ ട്ടോ. ഹാപ്പി കൊറോണയാ? ഈശോയെ, കുപ്പി കാത്തോളണേ. ആർക്കടി മദ്യം? ഗോഡ്സന്റെ നമ്മുടെ പുലിപ്പാറക്കൊന്ന് ഗോഡ്സൺ ഷാജിക്കാനെ പണിതേന് മോന്തേനൊക്കെ ഒരു വെട്ടിയില്ലേ? ആ വെട്ടി ആയിട്ടാണ് ഈ ഗോഡ്സൺ. പുള്ളിക്കൊരു അനിയൻ ചെക്കനുണ്ട്, ഒരു വധൂരി ചെക്കൻ. ഇപ്പൊ മദ്യം കിട്ടാൻ്റെ സിക്കായിരിക്കുക. ആ പന്നിക്ക് വേണ്ടിട്ട് ഇടിയില്ലേ? ടീമേ, ഇതാണ് ഗോഡ്സൺ ഭായി. ഇത് വേറെ ഏതോ വാണാണ്. അവൻ്റെ കളറ് മുടി
നമ്മളെ തടി കണ്ടറിഞ്ഞൂടെ. ഈ ഗോഡ്സംബായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെയിം ടു യു. നിയാസെ കുപ്പി എടുക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് എടുത്തത് നമ്മുടെ ഭയ. നമ്മളും അതെ. ഏയ് നമ്മളറിയണ്ട. ഇവിടെ അപ്പൊ ഓക്കെ എന്നാ ശരി. ആര് സ്റ്റിക്കർ അടിച്ച? ഞാൻ. എന്തി എഡ്യൂക്കേഷൻ ഒട്ടൂലല്ലേ? എന്ത് പൊട്ടത്തരട അടിച്ചു വെച്ചാണേ. പോലീസ് വിളിക്കൂട്ടാ. ഹാപ്പി കൊറോണ. ഹാപ്പി കൊറോണ. മെഡിക്കലിന്റെ സ്പെല്ലിംഗ് പോലെ അറിയാൻ പാടാത്തൊരു വാണങ്ങൾ ഇറങ്ങിയേക്ക. ശരിയല്ലേ? ഏറെക്കുറെ ചെയ്യാനുള്ളൂ. ഞാനാരെ പഠിപ്പിക്കാറില്ല ചെയ്യുന്നു. അവന്റെ ഒരു മെഡിക്കല് പൊളിക്ക് ഞാൻ ഹലോ സാറേ ഇവിടെ ഈ അതിർത്തി ഏരിയല്ലേ വണ്ടികൾ പൊളിഞ്ഞു നടക്കുന്ന സ്ഥലം? അവിടെ ഒരു ഒമ്നിയില് മദ്യം കിടത്തുന്നു സാറേ. വണ്ടി നമ്പർ 5170. വൈറ്റ് ഒമ്നി. ഓക്കെ ഞാൻ വരാം. ഓഫീസേഴ്സ് അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയും വെക്കും. പന്നിറച്ചൂട്ടിന് പൊളി വിളിക്കാനുള്ള കോൺസംബ എന്തായാലും ഹാപ്പിയോ. എനിക്കത് മതി. കോൺസംബയുടെ ഹാപ്പിയാണ് എൻ്റെ ഹാപ്പി. ഞാൻ കണ്ടു. ഞാനൊന്ന് കത്തിച്ചു വിടെ. അയ്യോ എക്സസൈസ്. പേടിക്കണ്ട, കൊറോണയല്ല, അലർജിയാ. എനിക്ക് ഉമ്മാരെ കാണുന്ന തന്നെ അലർജിയാ. സാറേ കൊരട്ടിയില് അലർജിക്കുള്ള നല്ലൊരു ഡോക്ടർ എന്താ ഈ കുപ്പിട്ടിരുന്ന ബൈ കുപ്പിട്ടി ബൈ. പക്ഷേ എക്സസൈസ് കണ്ടിട്ട് ബാക്കിലുണ്ടല്ലോ ബൈ. എക്സസൈസാ? എടാ ഒരു കാരണവശാലും എക്സസൈസിന് കീഴടങ്ങരുത്. എനിക്കിവിടെ കുപ്പി കിട്ടിയിരിക്കണം. എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പ്പെടില്ല ബൈ. ചവിട്ടി വിട് സാബു, എനിക്ക് അവരെ വേണമെന്ന്. സാറേ ഇത് പഴയ വണ്ടിയിലെ സാറേ, 80 മോഡൽ. എന്താ സാബു? കുഴിയാണ് സാർ. കുഴി? എന്റെ സാബു ഫാസ്റ്റായിട്ട് ഇവിടെ അവരെ പിടിക്കേ. വിടാം സാർ. അവരെന്നെ അതിസാഹസികമായിട്ട് കീഴ്പ്പെടുത്തി പോയി. സാർ പിടിക്കുന്നു. അത്യാവശ്യമായിട്ട് അതെ, പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അത് ഞങ്ങളാളാ. ഇങ്ങോട്ട് വാ. ഞങ്ങളാളാ. സത്യൻ സാറേ. സത്യജിത്ത്. ഓ സത്യജിത്ത് സാറേ, ഇവനെ പിടിച്ചതേ കേരള പോലീസാ. ഇവനെ പിടിക്കാൻ സ്കെച്ചിട്ടത് ഓടിച്ചതും പാവം ഞങ്ങൾ എക്സൈസാ. പട്ടം വെച്ചത് മാത്രം നിങ്ങൾ പോലീസ്. പിന്നെ എല്ലായിടത്തെയും പോലെ എക്സൈസിന്റെ കേസിൽ കയറി കളിച്ച് ആളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ, അത് ഈ സത്യത്തിന്റെ റേഞ്ച് വേണ്ട. ശിവമോനെ, ഇവനെ ഞാൻ കൊണ്ടുപോവാ. എക്സൈസിന്റെ ഗേറ്റ് മലർക്കെ തുറന്ന് തന്നെ കിടക്കും. നിന്റെ പിള്ളേരെ കുട്ടി ഇവനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോക്കോ. പിടിച്ചു കയറ്റോ. അതെ മലർക്കെ തുറക്കാൻ നമ്മുടെ സ്റ്റേഷനിൽ അതെ, ഞാൻ പറയുന്ന മാസ് പഞ്ചിൽ ഗേറ്റ് ഉണ്ടാവും. താൻ അതിനകത്ത് ഗേറ്റ് ഉണ്ടാക്കാൻ നിൽക്കണ്ട, കൊണ്ട ഗേറ്റ് വെക്കേ. പിന്നെ സാബു പയ്യെ പോയാൽ മതി, മുമ്പത്തെ സ്പീഡ് വേണ്ട. വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം. വണ്ടി എടുക്ക. എടാ കുപ്പിയാ കൊപ്പറകളെ തീണ്ടടാ. ഒരു 5-10 മിനിറ്റാ. എന്താണ് നിന്റെ പേര്? ദുർബലൻ. ശരിക്കുള്ള പേര് പറടാ. ബാലൻ. ഫോൺ എടുത്തോട്ടെ. ലൗഡ് സ്പീക്കർ ഇടാ. പേടിക്കണ്ട, നീ വല്ലതും കഴിച്ചോ? സ്നേഹം കൊണ്ട് ചോദിക്കണ സാറേ. അപ്പൊ നീ കോട്സിന്റെ ആളാ? ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. എന്നിട്ടെന്താ നീ ഇതുവരെ പറയാഞ്ഞേ? അത് പിന്നെ എടാ കോട്സൻ എന്റെ സ്വന്തം ആളല്ലേ. എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് അങ്ങ് മുത്തങ്ങ റേഞ്ചിലായിരുന്നു. അന്ന് കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഏർപ്പെടായിരുന്നു. ആണോ? അന്ന് മുതലുള്ള പരിചയമായി കോട്സനുമായിട്ട്. ഇവിടെ വന്നപ്പോ അവനെ കുറിച്ച് കേട്ടിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. ദുർബലിനെ ഞാനൊരു കരിക്ക് എടുക്കട്ടെ? വേണ്ട സാറേ. അയ്യോ അങ്ങനെ പറയരുത്, ഒരെണ്ണം എടുക്കാം. സാറിന് നിർബന്ധമാണെങ്കിൽ എടുക്കാം അല്ലേ? സതീശ, ദുർബലിനൊരു കരിക്കേ. ഭയങ്കര ഇഷ്ടം. അതിനെന്താ തണുപ്പിക്കാലോ? സതീശ തണുത്തതേ. തണുത്തത് സാറിന് വേണ്ടേ? എനിക്ക് ആദ്യം മോനെ. വെരി ഗുഡ് സാർ. ഇതാണോ സാർ കരിക്ക്? അതെ. ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകൾ ഇങ്ങനകത്തി നന്നായി കുനിഞ്ഞു നിൽക്കുക. എന്നാലേ കരിക്കിനിരിക്കുമ്പോൾ നല്ല പദം വരും. മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഈ കരിക്ക് മാറ്റി ഞാൻ ചക്ക കെട്ടി തൂക്കും. മനസ്സിലായോ?
എന്നാ ഞാൻ അങ്ങോട്ട് ആയിക്കോട്ടെ പോയിക്കോളൂ. പോയിക്കോട്ടെ. പോട്ടെ സാറേ. സാർ പൊസിഷൻ ഓക്കെ അല്ലേ? Thank you, sir. ഗുഡ് ബോയ്. ആ അനസേ, എത്ര സോഷ്യൽ ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ഇടിച്ചാലും അവൻ നല്ലോണം അലറുമ്പോ തുപ്പിലെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവന്റെ മോന്തയ്ക്ക് ഒരു 3 മാസ്ക് വെച്ച് കൊടുത്തേ. കൊല്ലപ്പെട്ട സാറേ N95 ഉണ്ടാവോ?